ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. ഒരുപാട് പേരുടെ കൺഫ്യൂഷൻസിന് ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും ദ ബെസ്റ്റ് ബുക്സ് ഫോർ SSC എക്സാംസ്. ഇപ്പൊ SSCയിലേക്ക് കടക്കുന്ന ഒരു ഫ്രഷർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി നമ്മളൊരു പേസിൽ പോയിക്കൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, ഏതൊക്കെ ബുക്സ് ആണ് അവരുടെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് നമുക്കറിയാം, നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കണ്ടന്റ് അവൈലബിൾ ആണ്. അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് കണ്ടന്റിലൂടെയാണ് ഓരോ ആസ്പിറന്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെ നമ്മളെ ഒരു അവസാനം നമ്മളൊരു പീക്കിലേക്ക് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബുക്സ് ഏതൊക്കെയാണ്, അതായത് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അത് നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ മാത്സിനെ പറ്റി പറയുകയാണെങ്കിൽ, മാത്സ് പഠിക്കുന്നത് കൂടുതലും പ്രാക്ടീസിലൂടെയാണ്, ശരിയല്ലേ? നമ്മൾ വൺസ് ആ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതും എന്താണ്? ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാറ്. സോ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് ഉണ്ട്. ഇപ്പൊ നിലവിലെ മാർക്കറ്റിൽ ദ ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് ആണ് ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തെ രണ്ട് ബുക്സ് ആണ് ഗഗൻ പ്രതാപിന്റെ അരിത്തമെറ്റിക്കും അഡ്വാൻസും. ഈ രണ്ട് ബുക്സും ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ഹിന്ദി ഓതർ ആണ്, ഹിന്ദിയിൽ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. സോ ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ അയാൾ വർക്ക്ഔട്ട് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് ഇയാൾ ഒരു ബുക്ക് രൂപത്തിൽ മാർക്കറ്റിൽ കൊടുക്കുന്നതാണ്. സോ ഈ ഒരു ഈ രണ്ട് ബുക്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പൊ തുടക്കത്തില് നമ്മളിപ്പോ വൺസ് ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടന്റ് കിട്ടണമെന്നില്ല. കാരണം ഫസ്റ്റ് നമ്മൾ ഫ്രഷർ എന്ന നിലയിൽ ആ ഒരു ബുക്സിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ മെത്തേഡ്, ഈ ഗഗൻ പ്രതാപിന്റെ മെത്തേഡ് നമുക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ നമ്മളൊരു സിലബസ് എവിടെന്നെങ്കിലും നമ്മളിപ്പോ എന്തായാലും ഒരു കോച്ചിങ് എടുക്കുമല്ലോ, അപ്പൊ അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, എവിടെന്നെങ്കിലും നമ്മളൊരു ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസിന്റെ കൂടെ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ഈ ഒരു ബുക്കിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ബുക്സ് പരിചയപ്പെടുന്നത്. ക്ലാസ് നോട്ട്സ്, അഡ്വാൻസ് മാത്സ്, അരിത്തമെറ്റിക്, ഇവരുടെ ക്ലാസ് നോട്ട്. അതേപോലെ തന്നെ രാകേഷ് യാദവ് ക്ലാസ് നോട്ട്, അഡ്വാൻസും ഉണ്ട് അരിത്തമെറ്റിക് ഉണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് ബുക്സ് ആണ്. സോ കുറച്ച് മുന്നേ വരെ ഇതൊരു ഒറ്റ ബുക്കായിട്ടും കാണാറുണ്ടായിരുന്നു. സോ നിലവിൽ നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ രണ്ടിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ ബുക്സിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. സോ ഇതിന്റെ ഏറ്റവും പുതിയ എഡിഷൻ തന്നെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഒന്നുകൂടെ പറയാണ്, രാകേഷ് യാദവ് ക്ലാസ് നോട്ട്, അരിത്തമെറ്റിക്, അഡ്വാൻസ്, അതേപോലെ തന്നെ ഗഗൻ പ്രതാപിന്റെ ക്ലാസ് നോട്ട്, അരിത്തമെറ്റിക്, അഡ്വാൻസ്. ഇതിൽ ഏത് വേണേ നിങ്ങൾക്ക് വാങ്ങാം, അത് നിങ്ങൾ നോക്കി തീരുമാനിച്ചാൽ മതി. രണ്ടും ഒരേപോലെ തന്നെയാണ്, ഒരേ സ്റ്റാൻഡേർഡ് ആണ്. സോ രണ്ടും ഹിന്ദി ഓതേഴ്സ് ആണ്. ഇവരുടെ ബൈലിംഗ്വലും അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം കിട്ടുന്നതാണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. സോ നോക്കി എടുക്കാവുന്ന ബുക്സ് ആണ്. സോ മാത്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കണ്ടന്റ് വാസ്റ്റ് ആക്കാതിരിക്കുക, ലിമിറ്റഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വൺ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, മോക്ക് എഴുതി തുടങ്ങാം. സെക്ഷണൽ മോക്ക് എഴുതുക, ഫുൾ മോക്ക് എഴുതുക. സോ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, സോ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ബുക്സ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷ് സിലബസ് തന്നെ മൂന്ന് രീതിയിലാണ് ഇരിക്കുന്നത്. ഒന്ന് നമ്മൾ കോംപ്രഹെൻഷൻ സൈഡ് പറയാം, ഗ്രാമർ സൈഡ് പറയും, വൊക്കാബ് സൈഡ് പറയും. ഓക്കെ, അതിൽ ഗ്രാമർ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ദ ബെസ്റ്റ് ബുക്സ് ആണ് ഈ രണ്ടെണ്ണം. ഒന്ന് നീതു സിംഗ്, ഇതാണ് എല്ലാവരും മോസ്റ്റ് കോമൺ, എല്ലാ ആളുകളും പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും കൂടുതലും റെഫർ ചെയ്യുന്ന ബുക്കാണ് നീതു സിംഗിന്റെ ബ്രിങ് ടു പാരമൗണ്ട് അല്ലെങ്കിൽ ഈ ബുക്ക്. ഓക്കെ, ഇതും വാങ്ങാം. അല്ലെങ്കിൽ എസ് പി ബക്ഷി ഇതിൽ എഴുതിയിട്ടുണ്ടാവും, എസ് പി ബക്ഷിയുടെ ജനറൽ ഇംഗ്ലീഷ്. ഈ രണ്ട് ബുക്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിയാൽ മതി. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ നീതു സിംഗിന്റെ ബുക്കാണ്. ഒന്ന്, നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ ഈ ഒരു ബുക്ക് വാങ്ങിയാൽ മതി. കാരണം കുറച്ചും കൂടെ നമ്മളൊരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തോന്നുന്നതും ഈ ഒരു ബുക്കാണ്. പക്ഷേ ഈ ഒരു ബുക്ക് എന്ന നിലയിൽ എസ് പി ബക്ഷിയുടെ ബുക്ക് ഓൾറെഡി കുറച്ചൊരു ലെവലിലായിരിക്കും അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുക. സോ വൺസ് നമ്മൾ ആദ്യമായിട്ടാണ് ആ ബുക്ക് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ അത് വായിച്ചു തുടങ്ങുന്നതെങ്കിൽ ഒരു ഫ്രഷർ എന്ന നിലയിൽ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നീതു സിംഗിന്റെ ബുക്ക് വാങ്ങുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഓക്കെ, സോ ഇതിൽ എന്തായാലും വൊക്കാബ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്നാലും ഗ്രാമർ പോർഷനിൽ ഇതിൽ ഏതെങ്കിലും ഒരു ബുക്ക് ഫോക്കസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ രണ്ട് ബുക്കാണ്, എസ് പി ബക്ഷി അതേപോലെ തന്നെ നീതു സിംഗ്. ശ്രദ്ധിക്കുക, എസ് പി ബക്ഷി, നീതു സിംഗ്. ഇതാണ് ഇംഗ്ലീഷ് നമ്മൾ ഗ്രാമർ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് വൊക്കാബിൽ നിലവിലെ മാർക്കറ്റിൽ
ഈ ബ്ലാക്ക് ബുക്ക് ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പ്രിപ്പറേഷനിലേക്ക് വൺസ് പ്രിപ്പറേഷൻ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് ഈ ബുക്ക് കേട്ടിട്ടുണ്ടാവും. സോ ഈ ബുക്ക് ഞാൻ ആദ്യമായിട്ട് ഫ്രഷേഴ്സിനോട് അല്ല ബിഗിനേഴ്സ് ആണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാണ് ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി. ഇതെന്ന് പറയുന്നത് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ്, ഇതുവരെ എന്നോട്ടാണോ SSC എക്സാംസ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ടുള്ള കഴിഞ്ഞ ലാസ്റ്റ് എക്സാം വരെയുള്ള കംപ്ലീറ്റ് വൊക്കാബ്, പ്രീവിയസ് ഇയർ വൊക്കാബ് എന്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു മികച്ചൊരു പുസ്തകമാണ്. സോ എന്തിനാന്ന് വെച്ചാൽ ഇത് എടുക്കുന്നു, ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടെ പഠിക്കുന്നതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് പോവാം. ഇതില് ക്വസ്റ്റ്യൻസ് ഓരോ വൊക്കാബ് ഡെയിലി വെച്ചിട്ട് പഠിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. സോ ഈ ബുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ ബുക്ക് വേർഡ് പവർ മേഡ് ഈസി, വളരെ തുച്ഛമായ വില, ഏകദേശം ഒരു 100-120 ഈ ഒരു രൂപയ്ക്ക് കിട്ടുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. വേർഡ് പവർ മേഡ് ഈസി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എല്ലാ വാക്കും റൂട്ട് വേർഡ് അനുസരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഓരോ സെഷൻസ് പോലെയാണ്. ഇപ്പൊ ഒരു 10-40 സെഷൻസ് കഴിയുമ്പോൾ നമ്മൾ ഓരോ സെഷൻ ചെയ്യുന്നു, അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതിന്റെ ബാക്കിൽ ഉണ്ടാവും. ഒരു സെഷൻ വായിക്കുന്നു, അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ വൊക്കാബ് നമ്മുടെ തലയിൽ കയറും. അതേപോലെ തന്നെ നമുക്കൊരു കോംപ്രഹെൻഷൻ പോലെ നമുക്കത് ഏകദേശം ഒരു കഥ രൂപേണ നമ്മുടെ ഉള്ളിൽ കിട്ടും. അത് മാത്രമല്ല ആ വേർഡ്സിന്റെ തന്നെ റൂട്ട് വേർഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുക. ഇപ്പൊ ഇംഗ്ലീഷ് വാക്ക് തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് വേർഡ്സ് ഉണ്ടാവുമല്ലോ. സോ ഈ റൂട്ട് വേർഡ് കണക്ട് ചെയ്തിട്ടാണ് ഒരുപാട് വാക്കുകൾ ഒരുമിച്ച് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാക്കുകൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ പറഞ്ഞു വന്നത് ഈ ബുക്കും രണ്ടും വൊക്കാബ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഇത് നിർബന്ധമായിട്ടും ഈ 2 ബുക്കും വാങ്ങിക്കുക. ഇതും ഡെയിലി ഒരു സെഷൻ ചെയ്തു പോവാം. ഞാൻ പറഞ്ഞല്ലോ ഒരു 40 സെഷൻസ് ഉണ്ടാവുക. ഡെയിലി ആ സെഷൻസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ വേർഡ് പവർ മേഡ് ഈസി ബൈ നോർമൻ ലൂയിസ് ആൻഡ് ദ ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി. ഈ 2 ബുക്കാണ് മീൻസ് എന്തിന് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് മീൻസ് നമ്മളെ ഗ്രാമർ പോർഷൻസ് കവർ ചെയ്തിട്ട് നമ്മളെ കൂടുതലും മിക്സഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റൂൾസും കാര്യങ്ങളും നമ്മൾ പഠിക്കും, സിലബസ് കവർ ചെയ്യും. സോ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്രീവിയസ് ഇയർ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് എറർ പ്രോ ബൈ അമൻ വശിഷ് സാർ. ഇദ്ദേഹവും ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റർ ആണ്. ഹിന്ദി മീഡിയത്തിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. സോ ഇദ്ദേഹത്തിന്റെ തന്നെ എറർ പ്രോ വാങ്ങുന്നതും നല്ലതായിരിക്കും. ഒരിക്കലും നിങ്ങൾ എല്ലാ ബുക്കുകളും ഈ പറയുന്ന എല്ലാ ബുക്കുകളും വാങ്ങിക്കാണ്ടിരിക്കുക. കണ്ടന്റ് എപ്പോഴും ലിമിറ്റഡ് ആക്കുക. SSC പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കണ്ടന്റ് ലിമിറ്റഡ് ആക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അതിൽ ട്രസ്റ്റ് ചെയ്ത് ആ ബുക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അവിടെയാണ് നിങ്ങളെ വിജയം ഇരിക്കുന്നത്. അല്ലാണ്ട് ഒരുപാട് കണ്ടന്റ് എല്ലാ സ്ഥലത്തുനിന്ന് പഠിച്ചാൽ നമ്മൾ തന്നെ എന്താവും, ഡ്രെയിൻ ഔട്ട് ആയി പോകും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത് ബുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ PDF കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ ടെലിഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബുക്കുകൾ പരിചയപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, നിങ്ങളെ ടെലിഗ്രാമിലൊക്കെ പോയി നിങ്ങൾ ഇതിന്റെ PDF വായിച്ച് അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ ഒരു മെറ്റീരിയൽ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാം PDF ഡിപ്പെൻഡ് ചെയ്യാണ്ട് ചില കാര്യങ്ങൾ ഇപ്പൊ ബ്ലാക്ക് ബുക്ക് ആയിക്കോട്ടെ PDF അവൈലബിൾ ആണ്. ഇതിന്റെ കംപ്ലീറ്റ് PDF ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. പക്ഷെ അതൊരു ഓഫ്ലൈൻ മെറ്റീരിയൽ ആക്കി വാങ്ങി പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റേത് എന്ന് പറയുന്നത് കുറച്ച് ആദ്യം കംഫർട്ടബിൾ ആണെങ്കിലും പിന്നീട് നമുക്ക് അതിലൊരു പ്രശ്നം തോന്നുന്നതായിട്ട് കാണാം. സോ ഇത്രയാണ് എറർ പ്രോ, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് GK. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും GK എങ്ങനെ പഠിക്കുക എന്നുള്ളത്. കാരണം GK എന്ന് പറയുന്നത് വാസ്റ്റ് ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ഭയങ്കരമായ സ്കോറിംഗ് സബ്ജക്ട് ആയിരിക്കണം എന്നില്ല. കാരണം നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ എത്രത്തോളം കണ്ടന്റ് പഠിക്കുന്നു അത്രയും ആ പഠിക്കുന്ന ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിനനുസരിച്ച് മാർക്ക് കൂടണം എന്ന് ഒരു നിർബന്ധമില്ല. ബാക്കിയുള്ള എല്ലാ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിന്റെ ഒരു ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മുടെ മാർക്സ് കൂടും. പക്ഷേ GKയിലോ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, സംടൈംസ് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും, നമുക്ക് മാർക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. സോ കണ്ടന്റ് ലിമിറ്റഡ് ആക്കുന്നു. കണ്ടന്റ് ഒരുപാട് വാസ്റ്റ് ആക്കി പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിൽ ഒരു 50 ഒരു 40 മാർക്സ് 40 to 45 to 50 സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിലും GK നമുക്ക് ഒരു 45+ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരിക്കലും കിട്ടൂല. ഒരു 30 to 35 വരെ ഒരു സ്കോർ കിട്ടുന്ന ഒരാളും നല്ല സ്കോർ തന്നെയാണ്. സോ ആ സ്കോറിലേക്ക് എത്താൻ സഹായിക്കുന്ന 2 ബുക്സ് ആണ്. ഈ 2 ബുക്സിന്റെയും ഡിഫറൻസും കാര്യങ്ങളും പ്രോസ് ആൻഡ് കോൺസ് ഞാൻ പറഞ്ഞുതരാം. സോ ഇത് അരിഹന്തിന്റെ ജനറൽ നോളജ് പുതിയ എഡിഷൻ ആണ്, 2024 എഡിഷൻ ആണ്. രണ്ടാമത്തത് ലൂസന്റ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവണം. ലൂസന്റ് കേൾക്കാത്തവര് ശ്രദ്ധിക്കുക. ലൂസന്റ് ജനറൽ നോളജ്. ഈ 2 ബുക്കും നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ 2 ബുക്കിന്റെയും കാര്യം എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടെ നമുക്ക് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ അരിഹന്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കഥ പോലെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. കുറച്ചും കൂടെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഇത് അറ്റ് എ ടൈം നമുക്ക് എന്താണ്, കണ്ടന്റ് വാസ്റ്റ് ആണ്, നമുക്കൊരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നണമെന്നില്ല. പക്ഷേ ഈ
ലൂസന്റെ നിങ്ങൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പുതിയൊരു മെറ്റീരിയലിന്റെ യാതൊരു ആവശ്യമില്ല. കാരണം ആ ഒരു മെറ്റീരിയൽ എല്ലാം ഉണ്ടാവും. ഈ ഒരു ബുക്ക് പഠിച്ചെടുത്താൽ അത് ഏറ്റവും നല്ല കാര്യം. അത് അത്ര എഫേർട്ട് എടുത്ത് റാൻഡം റിവിഷനിലൂടെ ഇതൊന്നും പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ബെസ്റ്റ് മെറ്റീരിയൽ. പക്ഷെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കണ്ടന്റ് ലൂസന്റ് അപേക്ഷിച്ച് റിലേറ്റ് ഇത് പറയുകയാണെങ്കിൽ അത്രയും കണ്ടന്റ് ഇല്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് നമുക്കൊരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. സോ ഈ രണ്ട് ബുക്കും അറിഞ്ഞിരിക്കുക. ലൂസന്റിന്റെ ജനറൽ നോളജും അതേപോലെ അരിഹന്ത് മനോഹർ പാണ്ഡെ നോട്ട് ചെയ്യുക. മനോഹർ പാണ്ഡെ. സോ ഈ ബുക്ക് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ മനോഹർ പാണ്ഡെയുടെ ജനറൽ നോളജ്. ഓക്കെ. സോ ഒരു ബിഗിനർ എന്ന നിലയിൽ ലൂസന്റ് തുടക്കത്തിൽ ലൂസന്റ് വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കതൊരു മടുപ്പാവാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാം നമുക്ക് തലയിൽ നിൽക്കും, തലയിൽ കുറച്ച് നേരം നിൽക്കും, പിന്നെ അത് ഡ്രെയിൻ ഔട്ട് ആവും. പക്ഷെ ഞാൻ മീൻസ് ആ റിവിഷനിലൂടെ വീണ്ടും 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 വായിക്കുകയാണെങ്കിൽ ഈ കണ്ടന്റ് എന്ന് പറയുന്നത് മോർ ദാൻ ഇനഫ് ആണ്. വേറെ ഒന്നും പ്രത്യേകിച്ച് വേണ്ടി വരില്ല. പിന്നെ ഒരു കാര്യം, GK കാര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും സിലബസ് കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. സോ സിലബസ് കവർ ചെയ്തിട്ട് ഈ ബുക്ക് അതിന്റെ കൂടെ വായിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എവിടെന്നെങ്കിലും ക്ലാസ് കാണുമ്പോൾ നമുക്ക് വായിക്കുന്നതിന്റെ കൂടെ ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ GK കവർ ചെയ്യുന്നത് ഏറ്റവും ഉചിതമാണെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. നോട്ട് ചെയ്യാം. പിന്നെ അതേപോലെ ഇംഗ്ലീഷിനെ പറ്റി പറയാൻ, ഇംഗ്ലീഷിന്റെ കോംപ്രഹെൻഷന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂസ് പേപ്പർ റീഡിംഗ്. ഈ ന്യൂസ് പേപ്പർ റീഡിംഗ് എവിടെയാണ് യൂസ്ഫുൾ ആവുന്നത് എന്ന് വിചാരിച്ചാൽ നമുക്ക് രണ്ട് രീതിയിലാണ്. ഒന്ന്, വൊക്കാബ് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വൊക്കാബ് പഠിക്കാൻ, പുതിയ പുതിയ വൊക്കാബ് നമ്മുടെ തലയിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കോംപ്രഹെൻഷന് വേണ്ടിയിട്ടും. നമുക്കറിയാം ഇംഗ്ലീഷിൽ ടയർ 2 ഒക്കെ ആയിക്കോട്ടെ മേജർ റോള് വഹിക്കുന്നതാണ് കോംപ്രഹെൻഷൻ. സോ ഈ കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളത് കാര്യം വായിച്ച് മനസ്സിലാക്കേണ്ടി വരിക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ്. സോ ഈ ഒരു കാര്യത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് സമയം, ഒരു UPSC അല്ലെങ്കിൽ UPSC പോലത്തെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പോലെ ന്യൂസ് പേപ്പർ ഒന്നും വായിക്കേണ്ട ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. കുറഞ്ഞ സമയം, ഒരു 15 to അരമണിക്കൂർ, മാക്സിമം ഒരു 3/4 മണിക്കൂർ ഡിവോട്ട് ചെയ്താൽ മതി. ആ ഒരു സമയം കോൺസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ന്യൂസ് വായിക്കുക. ഓക്കെ. ഇപ്പൊ സ്പോർട്സ് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ആ സ്പോർട്സ് വായിക്കുക. പുതിയ എന്തെങ്കിലും വൊക്കാബ് കാണുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സോ അതിനായിട്ട് ഒരു നോട്ടൊക്കെ ഉണ്ടാക്കി ആ ഒരു വൊക്കാബിനായിട്ട് ഒരു മെറ്റീരിയൽ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. സോ ഉദ്ദേശ കാര്യം ഡെയിലി ഒരു 1-2 എഡിറ്റോറിയലെങ്കിലും വായിക്കുന്നത് വളരെ നല്ലതാണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തെന്നുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോ കുറച്ച് നോവൽസ് കാര്യങ്ങളൊക്കെ, ഈ നോവൽസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഫിക്ഷണൽ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ വായിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും നോവൽസ് ആണ്, എന്തെങ്കിലും ഓട്ടോബയോഗ്രഫി അങ്ങനെയൊക്കെ വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വായിക്കാം. എന്ന് വെച്ചാൽ ഇത് എന്തിനാ വായിക്കുന്നത്? നമ്മുടെ വൊക്കാബ് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കോംപ്രഹെൻഷൻ സ്കിൽ ഇൻക്രീസ് ചെയ്യാൻ. സോ ആ രീതിയിലാണ് നോക്കി കാണുന്നത്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് വേണ്ടി പറയുന്നു എന്നുള്ളൂ. സോ ഈ നോവൽസ് ഞാൻ ഇത് തന്നെ വായിക്കണം എന്നല്ല പറയുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അത് 1-2 പേജോ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ നോവൽസ് വായിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഉചിതം എന്താണ്? പത്രം വായിക്കുന്നതാണ്. കാരണം നമ്മുടെ കറണ്ട് അഫയേഴ്സും ഇൻക്രീസ് ആവും, വൊക്കാബ് ഇൻക്രീസ് ആവും, കോംപ്രഹെൻഷൻ സ്കില്ലും ഏറ്റവും നന്നായിട്ട് ഇൻക്രീസ് ആവുന്നത് ആക്ച്വലി ഡെയിലി ആ ന്യൂസ് പേപ്പർ വായിച്ചു പോകുന്നതായിരിക്കും. സോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നോവൽസ് ഞാൻ ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഏതൊരു എക്സാം എടുത്താലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഫീൽഡിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്കി എടുക്കേണ്ടതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും നമ്മുടെ മാർക്സ് ഇൻക്രീസ് ആവുന്നത്. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തണമെന്നില്ല. കാരണം നമ്മൾ ഒരു ദിവസം 10-20 മണിക്കൂർ പഠിച്ചു, പക്ഷെ 20 മണിക്കൂർ ഡെയിലി കോൺസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോയാലും നമ്മൾ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തണമെന്നില്ല. ഒരു നിർബന്ധമില്ല. നമ്മൾ എത്രത്തോളം സ്മാർട്ട് സ്റ്റഡി നടത്തുന്നു, അല്ലെങ്കിൽ എത്രത്തോളം വൈസ് ആയിട്ട് നമ്മൾ ആ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും നമ്മുടെ മാർക്സ് ഇൻക്രീസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള 3 ബുക്സ് ആണ് ഈ പിന്നാക്കിൾ. ശ്രദ്ധിക്കുക, പിന്നാക്കിളിലെ പ്രീവിയസ് ഇയർ. ഇത് 4 സബ്ജക്ട്സിനും ഉണ്ട്. അതിൽ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, അതേപോലെ ജനറൽ സ്റ്റഡീസ്, GK. ഇത് 3നും നിർബന്ധമായിട്ട് വാങ്ങേണ്ട ബുക്സ് ആണ് ആക്ച്വലി പിന്നാക്കിൾ. ഇത് എന്തിനാന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ മോക്സ് എഴുതി പോകണം. മോക്സിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു ബിഗിനർ എന്ന നിലയിൽ നിർബന്ധമായിട്ട് വാങ്ങേണ്ട ബുക്സ് ആണ് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും GKയുടെയും പിന്നാക്കിൾ. ഇതുവരെ 2018 ശേഷം ചോദിച്ച കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ബുക്ക് കമ്പൈലേഷൻ ആണ് ഈ ബുക്സ് വരുന്നത്. സോ ഈ ഓതേഴ്സിന്റെ ഈ പിന്നാക്കിൾ ഗ്രൂപ്പിന്റെ ബുക്സ് വാങ്ങുന്നത് നല്ലതാണ്. എല്ലാവരും വാങ്ങുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ബുക്സ് ആണ്. സോ ഇതില് ഈ 3 നിർബന്ധമായിട്ടും വാങ്ങാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും റീസണിങ്ങിന് വേണ്ടേ എന്നുള്ളത്. റീസണിങ്ങിന് ഒരു പിന്നാക്കിൾ വേണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം റീസണിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി
ഒരു പുതിയതായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. കാരണം എല്ലാ ടോപ്പിക്കും എല്ലാ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചെയ്യേണ്ട ആവശ്യം റീസണിങ്ങിന് വരുന്നില്ല. പക്ഷെ സെലക്ടഡ് ടോപ്പിക്സ്, ഇപ്പൊ മിസ്സിംഗ് നമ്പർ, അതേപോലെ തന്നെ എന്താ പറയുന്നത്, നമ്പർ അനലോജി, കോഡിംഗ് ഡിക്കോഡിംഗ്, ഇതുപോലത്തെ ഫിഗർ സീരീസ്, ഇതുപോലത്തെ ചില ടോപ്പിക്കുകൾ എന്താണ് നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. സോ അതിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇതിന്റെ ഈ റീസണിങ് പിന്നാക്കളൊക്കെ നമുക്ക് ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. ആ ഒരു മെറ്റീരിയൽ എടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അതിനുവേണ്ടി ഒരു കംപ്ലീറ്റ് ബുക്ക് എടുത്ത് സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. റീസണിങ് നമുക്ക് സ്പീഡ് കൂടുന്നത് ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. ആ കുറഞ്ഞ സമയം നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? നമ്മൾ സെക്ഷണൽ മോക്ക് എടുത്തിട്ടാണ്. അത് മോക്ക് എഴുതുന്ന സമയത്ത് ഞാൻ മോക്കിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇപ്പൊ നിങ്ങൾ ഈ മൂന്ന് ബുക്സും ഈ ഓരോ സ്പെസിഫിക് സബ്ജക്ട്സിന് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത് പറയാനുള്ളത്, ഇതും ഒരു പ്രീവിയസ് ഇയർ കമ്പൈലേഷൻ ആണ്. നേരത്തെ പരിചയപ്പെടുത്തിയ ഗഗൻ പ്രതാപ് സാറിന്റെ പ്രീവിയസ് ഇയർ കമ്പൈലേഷൻ ആണ്. ഈ ബുക്ക് വ്യത്യസ്തമാവുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പിന്നാക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നാക്കിളിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു കൺവെൻഷണൽ മെത്തേഡ് ആയിരിക്കും. ഇപ്പോൾ മാത്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് കട്ട് വരണം എന്നില്ല. ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ലാസ്റ്റ് ലോങ് മെത്തേഡ്സ് വരുന്നതായിട്ട് കാണാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ബുക്കിൽ ഇദ്ദേഹത്തിന്റെ മെത്തേഡ് ആയിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. മറ്റേതുപോലെ തന്നെ പ്രീവിയസ് ഇയർ കമ്പൈലേഷൻ ആണ്. 8000+ TCS MCQന്റെ ബുക്കാണ് ഈ ഒരു ബുക്ക്. അപ്പൊ ആക്ച്വലി ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇയാളുടെ ക്ലാസ് നോട്ട്സിലുള്ള പോലത്തെ സിംപ്ലിഫൈഡ് ഷോർട്ട് കട്ട്സ് ആയിരിക്കും. അതിനുവേണ്ടി ആ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ആഡ് ചെയ്തതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇതെന്താണ്? പ്രീവിയസ് ഇയർ കമ്പൈലേഷൻ ആണ്. ഓക്കെ, ഗഗൻ പ്രതാപ് സർ. സോ ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പറ്റി പരിചയപ്പെടുത്താനുള്ളത്. ഇനി മോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും നമ്മുടെ SSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മോക്സ് എഴുതുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ ഇത്ര 10-15 മണിക്കൂർ പഠിക്കുന്നു ഉപരി നമ്മൾ എത്രത്തോളം മോക്സ് എഴുതി നമ്മളെ തെറ്റ് മനസ്സിലാക്കുന്നു അനുസരിച്ചിരിക്കും നമ്മുടെ കാര്യങ്ങൾ മൊത്തം. സോ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് മോക്സ് എഴുതി പഠിക്കുക. ഓക്കെ, സോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഒലീവ് ബോർഡ് ഉണ്ട്. 2 മോക്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്, ടെക്സ്റ്റ് ബുക്ക്, ഒലീവ് ബോർഡ്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒലീവ് ബോർഡ്, ടെക്സ്റ്റ് ബുക്ക്. ഇവിടെ ടെക്സ്റ്റ് ബുക്കും ഒലീവ് ബോർഡും ഈ 2 സൈറ്റും ഒരു ഫ്രഷർ എന്ന നിലയിൽ പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന്. ഐ സജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം ഏറ്റവും പ്രയോറിറ്റി കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിൽ ഒരുപാട് സെക്ഷണൽ മോക്കും കാര്യങ്ങളും കൂടുതൽ ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ കൂടെ തന്നെ ഫുൾ മോക്ക് ഉണ്ടാവും. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പർച്ചേസ് ചെയ്യുക. അതിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മോക്സ് എഴുതി നിങ്ങളെ മാർക്സ് ഇൻക്രീസ് ചെയ്യുക. അത് ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, സെക്ഷണൽ മോക്ക് എഴുതണം, ഫുൾ മോക്ക് എഴുതണം. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ റീസണിങ്ങിന് ഞാൻ പറഞ്ഞു, ഈ പിന്നാക്കൾ സോൾവ് ചെയ്യുന്നതിനുപരി മോക്സ് എഴുതുക. ഈ ടെക്സ്റ്റ് ബുക്കിലെ സെക്ഷണൽ മോക്ക് എഴുതി മാർക്സ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. ഇനി പറയാനുള്ളത് കുറച്ച് എഡ്യൂക്കേറ്റേഴ്സിനാണ്. സോ ഈ നമ്മൾ സിലബസ് കവർ ചെയ്യുമല്ലോ, നമ്മൾ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് എഡ്യൂക്കേറ്റേഴ്സിനെ പരിചയപ്പെടുത്തി തരാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഓരോ സബ്ജക്ട് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മാത്സിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ചാനലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗഗൻ പ്രതാപ് മാത്സ്. ഈ ഗഗൻ പ്രതാപ് മാത്സ് ഞാൻ പറഞ്ഞു, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഈ ഒരു ക്ലാസ്സസ് ഒക്കെ കാണുന്ന ഒരാൾ ഫ്രഷ് എന്ന നിലയിൽ കംപ്ലീറ്റ് ഹിന്ദി ലാംഗ്വേജ് ആണ്. അത് കംഫർട്ടബിൾ ആവണമെന്നില്ല. സോ വൺസ് നമ്മൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക ടോപ്പിക്ക്, ഫുൾ സിലബസ് കവർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ചില പ്രത്യേക ടോപ്പിക്ക് നമുക്കിപ്പോൾ ഡൗട്ട് വരുന്ന ഏരിയാസ് മാത്രം ഇവരുടെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയി സെർച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഒരു കംപ്ലീറ്റ് നിങ്ങൾ എവിടെയെങ്കിലും സിലബസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക്സ്, ഈ ഒരു എഡ്യൂക്കേറ്റേഴ്സിന്റെ വീഡിയോ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒന്ന് ഗഗൻ പ്രതാപ് മാത്സ്, രണ്ടാമത്തത് അഭിനയ് മാത്സ്. വളരെ നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേറ്റർ ആണ്. തൊട്ട് മുന്നേ 2018 തൊട്ടേ ഉള്ള കണ്ടന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തിയറി ആയിട്ട് ആയിക്കോട്ടെ, ഫ്രീ കോസ്റ്റ് ഇദ്ദേഹത്തിന് എന്താണോ പെയ്ഡ് ക്ലാസ് ആയിട്ട് കൊടുക്കുന്നത് അതേ കണ്ടന്റ് തന്നെ ഫ്രീ കോസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ചാനൽസ് ആണ് ആക്ച്വലി ഇത് എല്ലാ ചാനൽസും. സോ അഭിനയ് മാത്സ്. മൂന്നാമത്താണ് വെർബൽ മാത്സ് ബൈ അബ്ബാസ് ഐനി. ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ടാവും. ഇപ്പൊ മാത്സ് ആയിക്കോട്ടെ, നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ചാനൽസ് ആണ്. അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാനലാണ് വെർബൽ മാത്സ് ബൈ അബ്ബാസ് ഐനി. ഇദ്ദേഹത്തിന്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ കുറച്ച് ക്ലാസ്സസ് കാര്യങ്ങൾ കാണാം. അത് തന്നെ ഇപ്പോ മാത്സിലായിക്കോട്ടെ അഡ്വാൻസ് മാത്സ് എന്ന് പറഞ്ഞ ടോപ്പിക്സ് ഉണ്ട്, അറിയാലോ. സോ ഈ അഡ്വാൻസ് ടോപ്പിക് തന്നെ ഇപ്പൊ ജോമെട്രി, അൽജിബ്ര, ഇതുപോലെയൊക്കെ നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വിത്തിൻ ഷോർട്ട് സെക്കൻഡ്സ് ഇത് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. സോ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എടുക്കാം. ഇനി അടുത്ത ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാനലാണ് ഇംഗ്ലീഷ് വിത്ത് റാണി മാം. ഇവരുടെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാലും നമുക്ക് വൊക്കാബ് ആയിക്കോട്ടെ, വൊക്കാബിനൊരു സെഷൻ കാണാം. അതേപോലെ റൂൾസ്, ഗ്രാമർ റൂൾസിനായിക്കോട്ടെ അതിനൊരു പ്ലേലിസ്റ്റ് കാണാം. സോ അത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് വിത്ത് റാണി മാം. സോ ഈ ഒരു ചാനൽ വളരെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ
നമ്മൾ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു എറർ പ്രോ, ആ ഒരു ബുക്കിന്റെ ഓതർ ആയിട്ടുള്ള അമൻ സാർ. ഈ ഒരു ഇയാളുടെ ചാനലിലും ആക്ച്വലി കംപ്ലീറ്റ് ക്ലാസ് പ്ലേലിസ്റ്റിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഫുൾ കോഴ്സ് തന്നെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഡൗട്ട് ഉണ്ട്, ഇപ്പൊ സപ്പോസ് പ്രൊനൗണിൽ ഡൗട്ട് ഉണ്ട്, പോയിട്ട് പ്രൊനൗണിന്റെ ക്ലാസ് കണ്ടാൽ മതി. 2-3 ക്ലാസ്സിൽ അദ്ദേഹം ഫുൾ ക്ലാസ് കൺവേ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഉദ്ദേശിച്ചത് ഡൗട്ട് ഉള്ള ക്ലാസ്സുകൾ മാത്രം ഇവിടെ പോയിട്ട് പ്രത്യേകം പഠിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തരുൺ ഗ്രോവർ, ഇതും വളരെ നല്ലൊരു എഡ്യൂക്കേറ്റർ ആണ്. ഫുൾ കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ള ക്ലാസ് അവിടെ പോയി കാണാവുന്നതാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം തോന്നുന്നത് വൊക്കാബ് പഠിക്കാൻ ഈ ഒരു ചാനൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് വിത്ത് റാണി മാം A തൊട്ട് Z വരെയുള്ള കംപ്ലീറ്റ് വൊക്കാബ് ഓരോ വീഡിയോ ആയിട്ട് പ്രത്യേകം ഈ ഒരു ചാനൽ കാണാൻ പറ്റും. സോ നോട്ട് ചെയ്ത് പഠിക്കുക. വൊക്കാബിന് നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് ക്ലാസ് മീൻസ് നിങ്ങൾ ഓൾറെഡി ബുക്ക് കവർ ചെയ്യുമല്ലോ. ഇപ്പൊ ബ്ലാക്ക് ബുക്കോ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് കവർ ചെയ്യുന്നുണ്ടാവും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇയർഫോൺ വെച്ച് ഇതുപോലത്തെ വൊക്കാബിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് അതിങ്ങനെ ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കതൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ട് കാണാം. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. വൊക്കാബിനും ഗ്രാമറിനും ഏതെങ്കിലും ഒരു 1-2 ചാനൽ റെഫർ ചെയ്യാം. ഓക്കെ, കണ്ടന്റ് വാസ്റ്റ് ആക്കണം ഞാൻ പറയില്ല, ലിമിറ്റഡ് ആക്കുക. നിങ്ങൾക്ക് വേണം തോന്നുന്ന കണ്ടന്റ് എന്ത് ചെയ്യാം. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ നീഡ്, എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള നീഡുകളായിരിക്കും അല്ലെ. സോ നിങ്ങൾക്ക് എവിടെയാണോ ഒരു ഇതായിട്ട് തോന്നുന്നത്, ഫ്ലോ ആയിട്ട് തോന്നുന്നത്, ആ ഒരു ഇത് എന്ത് ചെയ്യാം, കൂടുതലും ക്ലാസ് കണ്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തത് ജി കെക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കണ്ടന്റ് കൊടുക്കുന്ന വളരെ മികച്ചൊരു ചാനലാണ് പർമാർ SSC. പർമാർ SSCനെ പറ്റി പറയുകയാണെങ്കിൽ ഇതും ഹിന്ദിയാണ് ക്ലാസിന്റെ മീഡിയം വരുന്നത്. പക്ഷേ ബൈലിംഗൽ, എഴുതുന്നത് മൊത്തം ഇംഗ്ലീഷിലാണ്. ചില ടോപ്പിക്കുകൾ മൊത്തം GK ടോപ്പിക്കിൽ ഒരുപാട് ക്ലാസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലാണ് പർമാർ SSC. ഇതിൽ തന്നെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു PYQന്റെ ഒരു സീരീസ് കാണാം. PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സീരീസ് കാണാം. അതിൽ തന്നെ 3 സീരീസ് ഉണ്ടാവും. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 സീരീസ് ഉണ്ടാവും. ഈ ഫസ്റ്റ് സീരീസിൽ ഒരു 64 വീഡിയോ, സെക്കൻഡിലും ഏകദേശം ഒരു 40 വീഡിയോ, തേർഡിൽ ഇപ്പൊ ഒരു 50 വീഡിയോ എത്തിയിട്ടുണ്ടാവും. ഇതിൽ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ ഡെയിലി ഇരുന്ന് കാണാൻ നല്ല ഞാൻ പറയുന്നത്. പറ്റുന്ന സമയത്ത് 1-2 വീഡിയോ, ഒരു വീഡിയോ കാണുക, ഒരു ദിവസം ഒരു വീഡിയോ, പിറ്റേ ദിവസം വേറൊരു വീഡിയോ, അങ്ങനെ കണ്ട് നിങ്ങൾ ഒരു നോട്ട് ഉണ്ടാക്കി ശ്രമിച്ചാൽ ഒരുപാട് കണ്ടന്റ് കിട്ടും. ഇദ്ദേഹം ക്ലാസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്ലാസ് കാണുന്നു, ആ ഒരു ക്ലാസ്സിൽ ഒരു 10-25 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു, അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് പറയുന്നു. അങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം ഒരു 45 to 50 മിനിറ്റ്സ് ആണ് ക്ലാസ് ഡ്യൂറേഷൻ വരുന്നത്. സോ ഞാൻ ഉദ്ദേശിച്ചത് ഇതിൽ ഏതെങ്കിലും ഒരു ചാനൽ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ സൗത്ത് ഇന്ത്യൻസ് പഠിക്കുന്ന പോലെ നോർത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ചാനൽസ് ആണ്. സോ ഇത് നമ്മുടെ പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. അതേപോലെ കറന്റ് അഫയേഴ്സിന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ഒരു ചാനലാണ് പർച്ചം ക്ലാസ്സസ്. നമ്മളിവിടെ SSC മലയാളിന്റെ കറന്റ് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും അതിന്റെ കൂടെ തന്നെ ഈ പർച്ചം ക്ലാസ് ഏതെങ്കിലും ഒരു ക്ലാസ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൽ ഡെയിലി കറന്റ് അഫയർ ഫോളോ ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ചാനലാണ് പർച്ചം ക്ലാസ്സസ്. ഇവരുടെ ഡെയിലി ഒരു അറൌണ്ട് 20-25 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ഒരു 1.5 അല്ലെ 1.25 ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് കാണുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതേപോലെ നോട്ട് ചെയ്യേണ്ട ഒരു മികച്ചൊരു ചാനലാണ് മലയാളം, ഒരു PSC ചാനലാണ് ആക്ച്വലി, ആസ്ഥ അക്കാദമി. അജിത് സുമേരു സാറിന്റെ ആസ്ഥ അക്കാദമി. ഈ ഒരു ചാനൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ കാരണം തന്നെ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസ് ഇൻ ആക്ച്വലി മലയാളം. നമ്മളെ മലയാളത്തിൽ തന്നെ കണ്ടന്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു മികച്ച ചാനലാണ് ഏത്, ആസ്ഥ അക്കാദമി. ഇവരുടെ തന്നെ ഹിസ്റ്ററി, മോഡേൺ ആയിക്കോട്ടെ, 3 ക്ലാസ്സും മോഡേൺ, ഹിസ്റ്ററി തന്നെ, ആൻഷ്യന്റ്, മിഡീവൽ, അതേപോലെ എക്കണോമിക്സ്, പൊളിറ്റി, ഇതിനൊക്കെ കംപ്ലീറ്റ് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് തന്നെ ഈ ആസ്ഥ അക്കാദമിയിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ അത് പ്രത്യേകം കണ്ട് നിങ്ങൾ നോട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മലയാളത്തിൽ തന്നെ നമുക്ക് കഥ പോലെ കേട്ടിരിക്കാൻ പറ്റും. സോ ജസ്റ്റ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കൂടുതലും ക്ലാസ്സസ് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആസ്ഥ അക്കാദമി ഒരു PSC ചാനലാണ്. നമ്മുടെ പ്രിപ്പറേഷന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലാസ്സെങ്കിലും കണ്ടു നോക്കുക. ഓക്കെ, ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ നിങ്ങൾ നോക്കുക. ഉറപ്പായിട്ടും കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് കണ്ടന്റിന്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്. ഇനി ഇത്രയും കണ്ടന്റ് നിങ്ങൾ ഇവിടെയുള്ള എഡ്യൂക്കേറ്റേഴ്സിനൊക്കെ ഹിന്ദിയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു രീതിയിലും പറ്റുന്നില്ല. കാരണം ഓൾറെഡി നമുക്കറിയാം നമ്മുടെ മദർ ടങ്ങിൽ കിട്ടുന്ന ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. സോ ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഓൾറെഡി ഒരു സിലബസ് കവർ ചെയ്യുന്നതിന്റെ കൂടെ നമ്മളെ വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ ഇതുപോലത്തെ ചാനൽസ് എന്ത് ചെയ്യേണ്ടത്, ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനെ കൂടുതൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ തന്നെ ഒരു 419ഓളം വീഡിയോസ് നമ്മുടെ ചാനൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ SSCന്റെ കംപ്ലീറ്റ് സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്,
നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് പോയി നോക്കുക. കംപ്ലീറ്റ് സിലബസ് അവിടെ അവൈലബിൾ ആണ്. സോ ഏകദേശം 47.7K സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലുണ്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പ്രത്യേകിച്ച് നോട്ട് ഉണ്ടാക്കി വെക്കുക. മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ. റീസണിങ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ ഒരുപാട് ക്ലാസ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. ചില ടോപ്പിക്ക് ബ്ലഡ് റിലേഷൻ ആയിക്കോട്ടെ, ഡൈസ് ക്യൂബ്, ചില ടോപ്പിക്കിന് വീഡിയോസ് കാണുന്നത് വളരെ നല്ലതാണ്. ആ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണ്ട, ഒരുപാട് വീഡിയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. സോ ആ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടാലും മതി. അത് വളരെ നല്ല മികച്ച വീഡിയോസ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഡൗട്ട്സ് വരും. നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് വരും. ആ ഡൗട്ട്സ് തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചാനലാണ്, ടെലിഗ്രാം ചാനലാണ് SSC മലയാളി. ഏകദേശം ഒരുപാട് ആളുകൾ ഇപ്പോൾ അച്ചീവേഴ്സ് ആയിക്കോട്ടെ, പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, പീക്കിൽ നിൽക്കുന്ന ഒരുപാട് പേര് ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അതിന്റെ തന്നെ വിത്തിൻ സെക്കൻഡ്സ് അതിൽ തന്നെ 2-3 സൊല്യൂഷൻസ് വരുന്നതായിട്ട് കാണാം. സോ നിങ്ങൾ ഈ ഒരു നിങ്ങളെ ഒരു പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനലും യൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇനി നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ഗൈഡൻസ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് പഠിക്കുന്നതിന്റെ കൂടെ ഒരു ഓഫ്ലൈൻ ഗൈഡൻസ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ ഓഫ്ലൈൻ ബാച്ച് അതേപോലെ തന്നെ ഓൺലൈൻ ബാച്ചും അവൈലബിൾ ആണ്. അതിൽ ഓൺലൈൻ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഓഫ്ലൈൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യവും നിങ്ങൾക്ക് ഇതുപോലത്തെ നമ്മുടെ മാർക്കറ്റിലുള്ള ദ ബെസ്റ്റ് ബുക്സ് നിങ്ങളെ പരിചയപ്പെടുത്തുക. നിങ്ങൾ എത്രത്തോളം എന്താ പറയുക, കണ്ടന്റ് വാസ്റ്റ് ആക്കാൻ വേണ്ടിയല്ല ഒരിക്കലും ഞാൻ ഈ ഒരു ബുക്സ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുടെ കണ്ടന്റ് ലിമിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കണ്ടന്റ് ലിമിറ്റ് ആക്കുന്ന സമയത്ത് ഏതൊക്കെ ബുക്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ ബുക്സ് എന്താണ് ഒഴിവാക്കണം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് ആക്ച്വലി ഈ ഒരു ബുക്സിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. സോ നിങ്ങൾക്ക് വേണം തോന്നുന്നത്, നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന വീഡിയോസ്, എന്തിനെ പറ്റിയുള്ള വീഡിയോസ് ആണോ നിങ്ങൾക്ക് വേണം തോന്നുന്നത്, അത് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.